ഇപ്പോഴാ ഒന്ന് സമാധാനായത്. എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ. ഇനി അവന്മാര് ജയിലിൽ നിന്ന് ഇറങ്ങിയ വല്ല പ്രശ്നം ഉണ്ടാക്കുവോ? പറയാൻ പറ്റില്ലടോ. അവരുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലായതല്ലേ. എല്ലാം വരും പോലെ വരട്ടെ. എന്തിനും നമ്മൾ തയ്യാറായിരിക്കണം. പിള്ളേരെ, നിങ്ങളൊന്ന് കരുതിയിരുന്നു. കണ്ടിടത്തോളം അവർ രണ്ടുപേരും ഒരു സൈക്കോ കണക്കാ പെരുമാറിയത്. അവരിനി ഒന്നും ചെയ്യില്ല. അതിനുള്ള വഴിയെല്ലാം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ശരിയാ, ഇങ്ങനെ നടന്നിരുന്ന പയ്യന് ഇപ്പൊ കണ്ടില്ലേ, അവളുടെ മുഖത്തൊന്ന് കണ്ണെടുക്കാൻ അവന് നേരമില്ല. ഒന്ന് പോടാ, എന്റെ കൊച്ചിനെ കളിയാക്കല്ലേ. അവന്റെ ഭാര്യയല്ലേ നോക്കുന്നേ. അവൻ കൺകുളിർക്ക് കണ്ടോട്ടെ. നീ ഞാൻ നടന്നോ. ഇങ്ങനെ പോയാ ഞാൻ നല്ലവരെയും കെട്ടി സുഖമായിട്ട് ജീവിക്കും. എങ്കിൽ നീ തന്നെ മതിയല്ലോടി. നിന്നെ ഞാൻ കടത്തിക്കൊണ്ട് പോകും. ആണോ? എന്നാ അത് വേണ്ട. എക്സാം നന്നായി എഴുതി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക്. അത് കഴിഞ്ഞാൽ ഞങ്ങളായിട്ട് കെട്ടിച്ച് തന്നേക്കാം. അതെ, ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത്. ബട്ട് നിങ്ങളോട് പറയാൻ തൽക്കാലം ടൈം ആയിട്ടില്ല. മക്കൾ ആദ്യം പറഞ്ഞ പണി ചെയ്യേ. ഇവരൊക്കെ ഒരു ടീമാ. വാമിയ, നമുക്ക് അപ്പാപ്പനോട് ചോദിക്കാം. അവരെ മാത്രമല്ല, നിങ്ങളെയും ഒന്നുകൂടെ കെട്ടിക്കാൻ പ്ലാനുണ്ട്. അതുകൊണ്ട് നിങ്ങളും റെഡി ആയിക്കോ. So, you guys are getting married. എന്നാലും ഒരു തവണ എങ്ങനെ കെട്ടിയെന്ന് ഇതുവരെ പറഞ്ഞില്ല. എടാ പ്രവി, ഞാനത് നിനക്ക് സൗകര്യം പോലെ പിന്നെ പറഞ്ഞു തരാം. ഇപ്പൊ ഇക്കാര്യം നീ അവരോട് ചോദിക്കരുത്. അതെ, ഇപ്പോഴാ രണ്ടൊന്ന് സെറ്റ് ആയത്. ഒന്നും മറന്നിട്ടല്ലെന്ന് അറിയാം. എങ്കിലും പഴയത് ഓർമ്മിപ്പിച്ച വേദന കൂടുകയേ ചെയ്യും. എന്താ ഞങ്ങളെ കൂട്ടാതൊരു ചർച്ച? അതെ, കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ. എന്നാ പെട്ടെന്ന് പെട്ടിയും കിടക്കി എടുത്തോണ്ട് വീട്ടിലേക്ക് വാ. അത് പിന്നെ പറയാനുണ്ടോ? നിങ്ങൾ ചെല്ല്, ഞങ്ങൾ പുറകെ അങ്ങ് എത്തിക്കോളാം. ഇതെന്താടി പുതിയൊരു വിളി? പുതിയതൊന്നുമല്ല, ഇങ്ങോട്ട് വന്നതിന് ശേഷം വിളിക്കാൻ വെച്ചിരുന്നതാ. മോള് ചെന്നോ? ഒരുപാട് ടയേർഡായിട്ടല്ലേ, ചെന്ന് റെസ്റ്റ് എടുക്ക്. എന്നാ വാ, ഞാൻ കൊണ്ടാക്കി തരാം. പിന്നെ മമ്മി പറഞ്ഞ പോലെ റെസ്റ്റ് എടുക്കാൻ ആദ്യം വിടുമെന്ന് ഡൗട്ടാ. എന്തായാലും പോയി നോക്ക്. ഒന്ന് പോയിടി, കൊച്ചുവായിൽ വലിയ വർത്താനം കൊണ്ട് വന്നേക്കുവാ. ഗുഡ് നൈറ്റ്, നാളെ കാണാം. ഒന്നും നമുക്ക് മറക്കാനാവില്ലെന്ന് നിനക്കും നന്നായിട്ട് അറിയാലോ ജുവൽ. ബട്ട് ജോക്കൊപ്പമാണ് നിനക്കിപ്പോൾ എൻ്റെ മനസ്സിൽ സ്ഥാനമുള്ളത്. ഞാൻ ഒരിക്കലും അവളെ മറക്കില്ല എന്ന് കരുതി നിന്നെ സ്നേഹിക്കാതെ ഇരിക്കില്ല. ഐ ലവ് യു.
ഇനി മുതൽ നീയാണ് എനിക്കെല്ലാം. ഡെറിക്കിന്റെ മരണം വരെ അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. ഐ പ്രോമിസ് യു ജുവൽ, മരണം കൊണ്ടല്ലാതെ നമ്മൾ തമ്മിൽ പിരിയില്ല. എന്നും നിനക്കൊപ്പം ഞാനും ഉണ്ടാവും. താങ്ക് യു ഡെറിക്, എന്നെ സ്നേഹിക്കുന്നതിന്, ഇത്രമാത്രം എന്നെ മനസ്സിലാക്കുന്നതിന്. ഐ ലവ് യു സോ മച്ച്. ഹോയ് തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി, നിന്റെ തിങ്കളാഴ്ച നാളം തിന്നു മുടക്കും ഞാൻ. അയ്യടാ, കാത്തുകാത്തിരുന്ന് ആദ്യമായിട്ട് കിട്ടിയ ഒരേ ഒരു ആദ്യരാത്രിയാ. അത് ഉറങ്ങി തീർക്കാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നീ ഇങ്ങനെ ചന്തി കൊള്ളുന്ന വാർത്ത നീ പറയാതിരിങ്ങെ കൊച്ചേ. നീ നോക്ക്, ഇപ്പൊ തന്നെ മണി 12 നീ ഇങ്ങ് വന്നേ. എന്നോടിത് വേണ്ടായിരുന്നു. വല്ലാത്ത ചെയ്ത്തായിപ്പോയി. എന്താ നീ ചിരിക്കണ്ട. എല്ലാത്തിനും പലിശയും പലിശയുടെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് ഞാൻ മേടിച്ചെടുത്തോളാം. വെറും കൈയോടെ കിടക്കുന്നത് എങ്ങനാ? എന്തൊക്കെയായാലും ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്തതല്ലേ. അപ്പൊ പിന്നെ ഒന്നും വാങ്ങിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഇനി മോളുവാ, നമുക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങാം. ലിഡിയയുടെ മമ്മി എന്നെ കാണാൻ വന്നിരുന്നു. അവൾക്ക് വേണ്ടി ഒരുപാട് മാപ്പ് പറഞ്ഞു. മകളിങ്ങനെ ആയതിന് കാരണം സാറ തന്നെയാണ്. നമ്മൾ തമ്മിൽ സാറക്കുള്ള റിലേഷൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവൾ അവരെ വിട്ട് അച്ഛൻ്റെ കൂടെ പോയതെന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. ലിഡിയയെ വെച്ച് സ്വത്തെല്ലാം സാറ തന്റെ പേരിലുമാക്കി. അവളിപ്പോ മെന്റൽ അസൈലത്തിലാണ്. അവൾ ട്രീറ്റ്മെന്റിലായിരുന്നല്ലോ. ഇപ്പോൾ അത് തുടരേണ്ടി വന്നു. അവർക്ക് എവിടുന്ന ഇത്രമാത്രം ആർത്തി? പണത്തിനു വേണ്ടി എന്തെല്ലാമാണ് അവർ ചെയ്തു കൂട്ടിയത്. അവരെ കുറിച്ച് പറഞ്ഞ് നമ്മുടെ ഈ ഗുഡ് മൊമെന്റ്സ് വെറുതെ ചവറാക്കണ്ട. ലെറ്റ്സ് എൻജോയ്. ജുവൽ പറഞ്ഞതാ ശരി. ദയ, നിനക്കിത് എന്താ പറ്റിയത്? അല്ലെങ്കിൽ ഇന്നേരം കൊണ്ട് കാരണപ്പെടാൻ പൊട്ടേണ്ടതായിരുന്നു. കേട്ട് കഴിഞ്ഞത് പിന്നെ എന്നെ ആർക്കും വേണ്ടല്ലോ. ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് പോലും ഒറ്റ എണ്ണത്തിന് ബോധമില്ല. ഇതാണോ കാര്യം? ഇതിനാണോ ഇങ്ങനെ കേറ്റി വെച്ചിരിക്കുന്നേ? ഓ, ബോറടിയാണ് കാര്യമെങ്കിൽ പറ്റിയൊരു വഴിയുണ്ട്. നിനക്ക് നീ തന്നെ ഒരുത്തനെ കണ്ടുപിടി. അപ്പോ പിന്നീട് ഒരിക്കലും ബോറടിക്കില്ല. അറ്റ്ലീസ്റ്റ് അവന്റെ ചെവി തിന്നോണ്ട് സമയം കളയാലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി ആട്ടോ. ഓക്കെ ആണെങ്കിൽ പറഞ്ഞാ മതി. വീട്ടുകാരെ അങ്ങോട്ട് വിടാം. ശരിക്കും ആലോചിച്ച അബി, കാണുന്ന പോലെയല്ല. തലേ വെച്ച ഒഴിയാബാധയായി പുറകെ കാണും. അതാകുമ്പോ ആകാശത്ത് വെച്ചും പ്രേമിച്ച് നടക്കാലോ. ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഓർക്കുമ്പോ തന്നെ നാളെ വരുന്നു. അങ്ങനെ വല്ലതും സംഭവിച്ച നിന്നെ ഞാൻ ഫ്ലൈറ്റ് എടുത്ത് വന്ന് അവിടെ ഇട്ട് കൊല്ലും. അറിഞ്ഞേക്കാം. നീ എന്നെ കെട്ടി എന്റെ കൂടെ കൊടുത്താ മതി. അത് ഞാൻ ശരിയാക്കും. നീ തന്നെയല്ലേ പറഞ്ഞത് നടക്കില്ലാന്ന്. അത് വേണ്ട, അളിയൻ പൈലറ്റ് അല്ലേ. അപ്പോ പെണ്ണ് എയർ ഹോസ്റ്റസ് മതി. അതാണ് ഇത് ഫിക്സ്. അപ്പൊ മോനെ അളിയാ, നീയായിട്ട് ചോദിച്ചു മേടിച്ച സുനാമിയെ നിനക്ക് തന്നെ തന്നിരിക്കുന്നു. ജീവിതകാലം മുഴുവൻ മടിയിൽ വെച്ച് അനുഭവിച്ചോ.
ജുവൽ പ്രസവിച്ചു. പെൺകുഞ്ഞാണ്. എടി കൺഗ്രാറ്റ്സ് ഡാ. ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്തേക്കണേ. ഷുവർ. ജുവൽ, നീ പറ, നമ്മുടെ മോൾക്ക് എന്ത് പേരാ കൊടുക്കേണ്ടത്? കൂടുതലായി എന്തിനാ ചോദിക്കുന്നത് ഡെറി? ഇവള് വരുന്നുണ്ടെന്ന് അറിഞ്ഞ അന്ന് തന്നെ തീരുമാനിച്ചതാ അതെന്റെ ജോ ആണെന്ന്. അതെ, ഇതെന്റെ ജോയ, ജൂലിയുടെ സ്വന്തം ജൊഹാൻ, ജൂലി ജൊഹാൻ.